കൊറിയർ കമ്പനികളുടെ പേരിൽ തട്ടിപ്പുകൾ വ്യാപകം. വ്യക്തിഗത വിവരങ്ങൾ കാത്തു സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. കൊറിയർ സർവീസ് കമ്പനികളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി അധികൃതർ. ഒരു കൊറിയർ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് പാഴ്സൽ ഉണ്ടെന്നും അതിൽ നിരോധിത വസ്തുക്കൾ, വ്യാജ പാസ്പോർട്ടുകൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു തട്ടിപ്പുകാരൻ നിങ്ങളെ വിളിക്കും. പിന്നീട് അവർ പോലീസ് ഉദ്യോഗസ്ഥൻ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ എന്നിവരായി അവകാശപ്പെടും. യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കാണിച്ച് നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അവർ വിശ്വസിപ്പിക്കും. ഇവർ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലുള്ള രഹസ്യ വിവരങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കും. ഇതിനായി ഭീഷണിപ്പെടുത്തുകയോ അടിയന്തര സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യും. എങ്ങനെ ജാഗ്രത പാലിക്കാം? അപരിചിതരായ ആളുകളോടോ സംഘടനകളോടോ ബാങ്ക് അക്കൗണ്ട് നമ്പർ, പാസ്വേഡുകൾ അല്ലെങ്കിൽ മറ്റു രഹസ്യ വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുത്. ഫോൺ കോൾ, വീഡിയോ കോൾ, മെസ്സേജുകൾ അല്ലെങ്കിൽ ഇമെയിലുകൾ വഴി ആരെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചാൽ ജാഗ്രത പാലിക്കുക. SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി അയച്ച ലിങ്കുകൾ തുറക്കുന്നതിനോ രേഖകൾ തുറക്കുന്നതിനോ മുമ്പ് അത് അയച്ചയാളെ പറ്റി ഉറപ്പുവരുത്തുക. ഇത്തരം തട്ടിപ്പ് സംഭവങ്ങൾ ഉണ്ടായാൽ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുക. ഇത്തരം തട്ടിപ്പുകളിൽ വഞ്ചിതരാവാതിരിക്കാൻ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട.